വളരെ വിശദമായി തന്നെ ഒരു വാർത്ത ചർച്ച ചെയ്തിരുന്നു. മലപ്പുറം വെട്ടിച്ചിറ ടോൾ പ്ലാസയിൽ രോഗികളുമായി പോകുന്ന ആംബുലൻസിന് ട്രാക്ക് ലഭിക്കാതെ ദുരിതം അനുഭവിക്കുന്നത്. കുറ്റിപ്പുറം അപകടത്തിൽപ്പെട്ട ആളുകളെ കൊണ്ടുപോയ ആംബുലൻസ് അതിന് ട്രാക്ക് ലഭിക്കാതെ ബ്ലോക്കിൽ കുടുങ്ങിയത് വലിയ പ്രതിഷേധത്തിനിടയാക്കിയത്. ഇപ്പോഴിതാ ആംബുലൻസ് ഡ്രൈവർമാർ പ്രതിഷേധിക്കുകയാണ്. കുറ്റിപ്പുറം ബസ് അപകടത്തിലെ വിഷയം നമ്മൾ ഇന്നലെ വിശദമായി തന്നെ ചർച്ച ചെയ്തതാണ്. ടോൾ പ്ലാസയിൽ ആംബുലൻസുമായി ഡ്രൈവർമാർ പ്രതിഷേധിക്കുന്നുണ്ട്. സോണൽ കൃഷ്ണയാണ് ചേരുന്നത്. സോണൽ, നമ്മൾ ഇന്നലെയും ഇന്നുമൊക്കെ ഈ വിഷയം വലിയ രീതിയിൽ ചർച്ച ചെയ്തതാണ്. ഗുരുതരമായ പ്രശ്നം തന്നെയാണ്. ആംബുലൻസുകൾക്ക് അതുവഴി കടന്നുപോകാൻ കൃത്യമായി കഴിയാത്തൊരു സാഹചര്യം. ഇന്നലെ അപകടത്തിൽപ്പെട്ടവർക്ക് പോലും അവരെ പോലും എത്തിക്കാൻ കഴിയാത്ത അവസ്ഥയായിരുന്നു അല്ലേ? തീർച്ചയായിട്ടും വിനിത, ഇന്നലെ നമ്മൾ ഈ വിഷയം ഈ ടോൾ പ്ലാസയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന സമയത്തും ഒരു ആംബുലൻസ് വന്ന് ബ്ലോക്കിൽ കുടുങ്ങിക്കിടക്കുന്ന ദൃശ്യങ്ങൾ നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചതാണ്. ഇപ്പോഴിതാ ഈ വിഷയം ഉന്നയിച്ചുകൊണ്ട് ഈ ടോൾ പ്ലാസയുടെ ഇരുഭാഗങ്ങളിൽ നിന്നും നിരവധി ഏകദേശം 100-ൽ കൂടുതൽ ആംബുലൻസുകളായി വന്നുകൊണ്ട് അവർ പ്രതിഷേധിക്കുന്ന കാഴ്ചയാണ് വെട്ടിച്ചിറ ടോൾ പ്ലാസയിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്. പക്ഷേ അതിലെ 2 ട്രാക്ക് ഇപ്പോഴും ഒഴിച്ചുവിട്ടിട്ടുണ്ട്. യാത്രക്കാർക്ക് ദുരിതമില്ലാത്ത രീതിയിൽ അവർ മറ്റ് ട്രാക്കുകൾ ഒഴിച്ചുവിട്ട് 4 ട്രാക്കുകളിൽ അവർ ആംബുലൻസുകൾ കൊണ്ട് നിർത്തി. ഏകദേശം 100-ൽ കൂടുതൽ ആംബുലൻസുകളുണ്ട് ഇവിടെ നിർത്തിയിട്ടുള്ളത്. അതിനുശേഷം ഈ ഡ്രൈവർമാരും ഇതിലെ പ്രവർത്തിക്കുന്ന ആളുകളും എല്ലാവരും സംഘടനാ ഭാരവാഹികൾ ഉൾപ്പെടെ പുറത്തിറങ്ങിക്കൊണ്ട് മുദ്രാവാക്യം വിളിച്ച് ടോൾ പ്ലാസയിൽ പ്രതിഷേധിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. എന്തായാലും വളരെ ഗൗരവമേറിയിട്ടുള്ള വിഷയമാണ്. ആംബുലൻസുകൾക്ക് ഈ ടോൾ പ്ലാസയിൽ എത്തുന്ന സമയത്ത് ട്രാക്ക് ലഭിക്കാതെ ബ്ലോക്കിൽ കുടുങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യം, അത് ഏറ്റവും ദയനീയമായി തന്നെ നമുക്ക് നോക്കിക്കാണേണ്ടതാണ്. ഇന്നലെ കുറ്റിപ്പുറം ബസ് അപകടമുണ്ടായ സമയത്തും രോഗികളുമായി പോയ സമയത്ത് നിരവധി ആംബുലൻസുകൾ മണിക്കൂറുകളോളം മിനിറ്റുകളോളം ഈ ടോൾ പ്ലാസയിൽ കുടുങ്ങിക്കിടക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും ഇപ്പോൾ അതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇപ്പോൾ പ്രവർത്തകരൊക്കെ ഇവിടെ എത്തിയിട്ടുള്ളത്. എന്തൊക്കെയാണ് നിങ്ങളുടെ പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ? നിങ്ങളുടെ പ്രധാനപ്പെട്ട ആവശ്യം, അത്യാവശ്യമായി എമർജൻസി പോകുന്ന ആംബുലൻസുകൾക്ക് സ്പീഡ് ട്രാക്ക് അനുവദിച്ചു തരിക. അതായത് ഇവർ ഇപ്പോൾ അനുവദിച്ചു തരുന്നത് സാധാ അതായത് ചെറിയ വാഹനങ്ങൾ പോകുന്ന സ്ഥലത്താണ്. വലിയ വാഹനങ്ങളും ചെറിയ വാഹനങ്ങളും ആംബുലൻസ് ആയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും ചെറിയ വാഹനം മാത്രം ഡിപ്പെൻഡ് ചെയ്യാൻ പാടില്ല. വലിയ ആംബുലൻസിലാണ് ഏറ്റവും കൂടുതൽ എമർജൻസി പോകുന്നത്. അരുവിലുള്ള ട്രാക്ക് ഞങ്ങൾക്ക് ഒരിക്കലും കിട്ടിയിട്ട് കാര്യമില്ല. ഫുട്പാത്ത് നമ്മൾ പല വാഹനങ്ങളുടെയും മിററുകൾ ആദ്യമേ തട്ടിയിട്ട് പൊട്ടുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ പല പ്രാവശ്യം അവരോട് ആവശ്യപ്പെട്ടതാണ്. അപ്പോൾ ഈ കുറ്റിപ്പുറം ഈ ഒരു ദുരന്ത സമയത്ത് അവർ നമ്മുടെ വാഹനത്തെ തടഞ്ഞു. നമ്മൾ ആദ്യമേ അവരോട് പറഞ്ഞതാണ് അതിലൂടെ വാഹനങ്ങൾ കടത്തിവിടാൻ പറ്റില്ല. കാരണം ആദ്യം വന്നത് ഒരു ഒമ്നിയാണ്. അവരോട് കാര്യമായിട്ട് പറഞ്ഞതാണ് ബാക്കിൽ ഇനിയും വാഹനങ്ങൾ വരാനുണ്ട്, തടയാൻ പാടില്ല എന്ന്. പക്ഷേ അവർ ആ വഴി മാത്രമാണ് നമുക്ക് തുറന്നു തന്നത്. ഇതേ അവസ്ഥ കോഴിക്കോട് ടോൾ പ്ലാസയിലുമുണ്ട്. അപ്പോൾ ഒരു സൈഡ് ഇവർ അനുവദിച്ച് തന്നത് ഓട്ടോയും ബൈക്കും കയറി പോകുന്ന ചെറിയ ഒമിനി ആംബുലൻസുകൾക്ക് മാത്രമാണ് അതിലൂടെ കയറാൻ കഴിയുകയുള്ളൂ. സൗകര്യങ്ങൾ കുറവാണ് ഞങ്ങൾക്ക്. ട്രാവലറുകളുണ്ട്. നമ്മൾ ഇപ്പോൾ എടപ്പാള്, പൊന്നാനി മേഖലകൾ, ആ മേഖലയിൽ നിന്ന് ഏറ്റവും കൂടുതൽ കേസ് റെഫർ പോകുന്നത് നമ്മളെ കോട്ടക്കലുള്ള സ്വകാര്യ ആശുപത്രികളാണ്. അവിടുന്ന് വിട്ടുകഴിഞ്ഞാൽ ഏറ്റവും നല്ല ഹോസ്പിറ്റലുകൾ നമ്മളെ കോട്ടക്കൽ സൈഡിലേ ഉള്ളൂ. നമ്മൾ നിരന്തരം വരുമ്പോൾ ഇവർ ടോൾ തുറക്കാൻ പോലും ഇവർക്ക് മടിയാണ്. എൻ്റെ വണ്ടി തന്നെ ഒരുപാട് പ്രാവശ്യം അവരെ ഈ ബാരികാർഡുമ്പോൾ തട്ടിയിട്ടുള്ള സംഭവം ഉണ്ടായിട്ടുണ്ട്. അവരോട് ഒരുപാട് പ്രാവശ്യം നമ്മൾ പറഞ്ഞതാണ്. ഇന്നലെ ഇതേപോലെ കേസും കൊണ്ട് വരുമ്പോൾ നമ്മൾ ഡ്രൈവർ അത്രയും തിരക്കിൻ്റെ ഇടയിൽ അവരോട് സൂചിപ്പിച്ചതാണ്, നിങ്ങൾ ഒരു ട്രാക്ക് നമ്മൾക്ക് വേണ്ടി ഒഴിവാക്കി തരണം, ഇനിയും ആംബുലൻസുകൾ വരുന്നുണ്ടെന്ന് അവരോട് വ്യക്തമായിട്ട് പറഞ്ഞതാണ്. എന്നിട്ട് പോലും അത് അവർ ചെവിക്കൊള്ളാതെ എല്ലാ ട്രാക്കിലും അവർ പിരിവിന് വേണ്ടി മാത്രം ആംബുലൻസുകളെ ബ്ലോക്ക് ചെയ്ത് 5ഓളം ആംബുലൻസുകളാണ് ബ്ലോക്കിൽപ്പെട്ടത്. നമ്മൾ പൊതുജനങ്ങളെ ഓരോ രോഗിയുമായിട്ട് വരുന്നതാണ്. നമ്മൾ മുൻകൂട്ടി പറഞ്ഞിട്ട് പോലും അവരിത് ചെവിക്കൊണ്ടില്ല. ഇന്നലെ മാത്രമല്ല, നിങ്ങൾ തന്നെ അതൊന്ന് നോക്കിയാൽ മതി. കാരണം ഒരു KSRTCയോ മറ്റോ ആ ട്രാക്കിൽ കയറാൻ നിന്നാൽ ഒരിക്കലും ആംബുലൻസ് ആ സൈഡിലൂടെ പോകാൻ കഴിയില്ല. അതാണ് നമ്മൾ ഇന്നലെ വാർത്ത റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ ദൃശ്യം നമ്മൾ കണ്ടതുമാണ്. ഏതായാലും ഗുരുതരമായ ഒരു വിഷയം തന്നെയാണിത്. നമുക്ക് കൂടുതൽ അതിന്റെ വിശദാംശങ്ങളിലേക്ക് എത്തണം. ഒരു ചെറിയ ഇടവേളയ്ക്ക്